ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മൾ കടല ഇടാൻ പോകുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും അടുക്കളയിലോട്ട് അങ്ങോട്ട് പോവാം. ഞാൻ ഇരുമ്പയിട്ടാണെങ്കിൽ അടുപ്പിൽ വെച്ചിട്ട് തീ കത്തിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ടാണ് തീ കത്തിച്ച് വെച്ചേക്കുന്നത്. പിന്നെ ആവശ്യമെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം കടല ഇടുന്നു അത്രത്തോളം ഉപ്പും നമുക്ക് ആവശ്യമാണ്. ഞാനിപ്പം ഒരു അരപാത്രം ഉപ്പ് എടുത്തിട്ടുണ്ട്. ആ ഉപ്പ് മൊത്തം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതേപോലത്തെ ഒരു സാധനം കണ്ടോ, ഇത് വെച്ചത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് നല്ല ചൂടായിട്ടേ നിങ്ങൾ കടല ഇടാവൂ. അപ്പം ഞാൻ ഉപ്പ് അടുപ്പിൽ ഉപ്പ് ഇരുമ്പേട്ടിക്കകത്ത് വെച്ചത് നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഉപ്പ് നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്തായാലും കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടല എടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്രയും കടല എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഇളക്കി കൊടുക്കണം. ഇത് പൊട്ടി പൊട്ടി കടലയാണെങ്കിൽ പൊട്ടി പൊട്ടി നല്ല ശബ്ദം കേൾക്കും. നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം എല്ലാം ചെറുതായിട്ട് പൊട്ടി വരുന്നുണ്ട്. കൂട്ടുകാരെ ഇത് പൊട്ടി പൊട്ടി വന്നപ്പം നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ തൊലിയെല്ലാം ഇളകി പോയിട്ട് മഞ്ഞ കളറില് ഒരു ഇത് വരുന്നുണ്ട്. അപ്പം നല്ല ഇളക്കി കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് ഇത് പൊട്ടുന്ന ശബ്ദങ്ങൾ കേൾക്കും. കുറച്ച് നേരം കൂടെ നിങ്ങൾ ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നാലേ അതെല്ലാം ഒന്ന് പൊട്ടും. അപ്പം കൂട്ടുകാരി ഇതെല്ലാം നല്ല ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് അരിച്ചിട്ട് എടുത്തത് ആ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. അതേപോലെ എല്ലാം എടുത്ത് ആ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ചെയ്ത് നോക്കാം. കൂട്ടുകാരെ ഞങ്ങളിത് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതെല്ലാം എടുത്ത് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത് നമുക്ക് ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്. ഒരു രക്ഷയില്ല, സൂപ്പറാണ്, അടിപൊളിയാണ്. ഉപ്പിന്റെയും കടലയുടെ ഒരു ഇതുണ്ട്. എന്നിട്ട് ഞങ്ങള് ഇച്ചിരി കൂടെ കടല എടുത്തത് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്നാൽ അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതും ഇപ്പം നല്ല പൊട്ടി പൊട്ടി വരുന്നുണ്ട്. കൂട്ടുകാരൻ ഞാനിതെല്ലാം പാത്രത്തിനകത്ത് ഇത് പൊട്ടിയതെല്ലാം എടുത്ത് ഇട്ടിട്ട് വെളിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ നല്ല മഴയൊക്കെ പിടിക്കുന്നുണ്ട്. മഴയത്തിരുന്ന് തിന്നാൻ നല്ല സുഖമാണ്. കൂട്ടുകാരെ അടിപൊളിയാണ്. മഴയത്തിരുന്ന് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ഈ മഴയത്തൊക്കെ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്യണം. അപ്പം ഉത്സവ പറമ്പിൽ മേടിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ട്, ഇതിന് അതേ മണവും ഉണ്ട്. അപ്പം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, സൂപ്പറാണ്. അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ എല്ലാരും നിങ്ങളെ വീട്ടിൽ ഇതേപോലെ ഉപ്പില് വറുത്തെടുക്കാൻ കടല ട്രൈ ചെയ്ത് നോക്കണം. ഇത് സൂപ്പറാണ്. ഈ മഴയത്തിരുന്ന് നിന്നാൽ നല്ല സുഖമുണ്ട്. ചൂട് കടല ഒരു രക്ഷയില്ല, സൂപ്പറാണ്. എന്താ പറയണമെന്ന് സൂപ്പറാണ്. അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്കാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കി എടുക്കാനേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ